ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചയായി ഒന്നായിരുന്നു LIC ജീവൻ രക്ഷക്. എന്നാൽ 2026 പുതിയ നിയമങ്ങളും മാറ്റങ്ങളും അനുസരിച്ച് ഈ പദ്ധതിയെക്കുറിച്ച് പലർക്കും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജീവൻ രക്ഷക് പദ്ധതിക്ക് ഇപ്പോൾ എന്ത് സംഭവിച്ചുവെന്നും ഈ പദ്ധതിക്ക് പകരമായി ഇപ്പോൾ നമുക്ക് ചേരാൻ പറ്റിയ ഏറ്റവും മികച്ച പ്ലാനുകൾ ഏതാണ് എന്നതിനെക്കുറിച്ചുമാണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, LIC ജീവൻ രക്ഷക് അഥവാ ടേബിൾ നമ്പർ 827 എന്ന പദ്ധതി ഇപ്പോൾ LIC നിർത്തലാക്കിയിരിക്കുകയാണ്. അതായത് പുതിയതായി ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. നേരത്തെ ഈ പോളിസി എടുത്തവർക്ക് കാലാവധി വരെ അതിൽ തുടരാം. നിർത്തലാക്കി എന്ന് കേട്ട് ആരും പേടിക്കേണ്ടതില്ല. പഴയ പോളിസി ഉടമകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും പഴയപടി തന്നെ കിട്ടും. എന്നാൽ ഇന്നൊരു ഇൻഷുറൻസ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് ജീവൻ രക്ഷ കിട്ടില്ല. പകരം അതിനേക്കാൾ ലാഭകരമായ മറ്റു ചില പ്ലാനുകൾ LIC കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ജീവൻ രക്ഷക് പദ്ധതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും സാധാരണക്കാർക്ക് താങ്ങാവുന്നതുമായ ഒരു പദ്ധതിയാണ് LIC ജീവൻ ആസാദ്. കുറഞ്ഞ പ്രീമിയം അടച്ച് വലിയൊരു തുക ലാഭിക്കാൻ പറ്റുന്ന പദ്ധതിയാണിത്. 2 ലക്ഷം രൂപ വരെയാണ് ഇതിൽ ഇൻഷുറൻസ് തുകയായി കിട്ടുക. ജീവൻ രക്ഷക് പോലെ തന്നെ വലിയ തുക പ്രീമിയം അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഈ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഈ പദ്ധതികളുടെ ഗുണങ്ങൾ നോക്കാം. പണം ലാഭിക്കുന്നതിനൊപ്പം തന്നെ കുടുംബത്തിന് ഒരു സുരക്ഷ ഉറപ്പാക്കാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ അടയ്ക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവ് ലഭിക്കും. അതുപോലെ തന്നെ പോളിസി തുടങ്ങി 2 വർഷം കഴിഞ്ഞാൽ ഈ പോളിസി പണയപ്പെടുത്തി നിങ്ങൾക്ക് വായ്പ എടുക്കാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് വലിയൊരു സഹായകമാകും. പലരും വരുത്തുന്ന പ്രധാന തെറ്റെന്താണെന്നറിയാമോ? ഏജന്റുമാർ പറയുന്നത് മാത്രം കേട്ട് കണ്ണടച്ച് പോളിസിയിൽ ചേരും. ചേരുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നിങ്ങളുടെ പ്രായം. 2, നിങ്ങൾക്ക് എത്ര വർഷം പ്രീമിയം അടയ്ക്കാൻ കഴിയും എന്നത്. 3, പോളിസി കാലാവധി കഴിയുമ്പോൾ എത്ര രൂപ കയ്യിൽ കിട്ടുമെന്നത്. ജീവൻ ആസാദ് പോലുള്ള പദ്ധതികളിൽ നിങ്ങൾ പോളിസി കാലാവധിയേക്കാൾ കുറഞ്ഞ വർഷം മാത്രം പ്രീമിയം അടച്ചാൽ മതി എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് 20 വർഷത്തേക്കാണ് പോളിസി എങ്കിൽ നിങ്ങൾക്ക് 12 വർഷം മാത്രം പണം അടച്ചാൽ മതിയാകും. ഇനി പുതിയ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ കരുതേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് വേണം. വരുമാനം തെളിയിക്കുന്ന രേഖകൾ ചോദിക്കാറുണ്ട്. ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പിയോ ഫോട്ടോയും കരുതണം. പ്രീമിയം തുക ഓൺലൈനായി അടയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനായി LICയുടെ ഔദ്യോഗിക പോർട്ടൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പണം കൈമാറുമ്പോൾ കൃത്യമായി രസീത് ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നോമിനിയുടെ പേര് നൽകാൻ മറക്കരുത്. നിങ്ങളുടെ അഭാവത്തിൽ ആ തുക ആർക്ക് കിട്ടണം എന്നത് കൃത്യമായി രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ പോളിസി രേഖകൾ ഒറിജിനൽ ആണെന്ന് ഉറപ്പുവരുത്തണം. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വിളിക്കുന്ന ഫോൺ കോളുകളിൽ വീഴരുത്. ഇൻഷുറൻസ് പോളിസികൾ നിക്ഷേപം എന്നതിലുപരി ഒരു സുരക്ഷയാണ് എന്ന് എപ്പോഴും ഓർക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള LIC ഓഫീസിലോ അല്ലെങ്കിൽ അംഗീകൃത കേന്ദ്രങ്ങളിലോ പോയി വിവരങ്ങൾ ചോദിക്കാം. 2026 ഇൻഷുറൻസ് നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചേരുന്നതിന് മുൻപ് പുതിയ നിരക്കുകൾ ചോദിച്ച് മനസ്സിലാക്കണം. അനാവശ്യമായ OTPകളോ രഹസ്യ നമ്പറുകളോ ആരുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.